സങ്കീർത്തനം 110. കർത്താവിൻ്റെ കർത്താവിനോടരുളി ചെയ്തു ഞാൻ, നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. കർത്താവ് സിയോനിൽ നിന്നു നിന്റെ അധികാരത്തിൻ്റെ ചെങ്കോലയയ്ക്കും, ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക. വിശുദ്ധ പർവ്വതത്തിലേക്കു നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടി കൂടാതെ തങ്ങളെ തന്നെ നിനക്കു സമർപ്പിക്കും. ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്നു മഞ്ഞെന്ന പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്കു വരും. കർത്താവ് ശപഥം ചെയ്തു, മെൽക്കിസേദെക്കിന്റെ ക്രമമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാകുന്നു. അതിനു മാറ്റമുണ്ടാവുകയില്ല. കർത്താവ് നിന്റെ വലത്തുവശത്തുണ്ട്, തൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിലവിടുന്നു രാജാക്കന്മാരെ തകർത്തു കളയും. ജനതകളുടെ ഇടയിൽ അവിടുന്നു തൻ്റെ വിധി നടപ്പിലാക്കും. അവിടം ശവശരീരങ്ങൾ കൊണ്ടു നിറയും. ഭൂമിയിലെങ്ങും ഉള്ള രാജാക്കന്മാരെ അവിടുന്നു തകർക്കും. വഴിയരികിലുള്ള അരുവിയിൽ നിന്നവൻ പാനം ചെയ്യും. അവൻ ശിരസ്സുയർത്തി നിൽക്കും. അവൻ ശിരസ്സുയർത്തി നിൽക്കും.